ലോകവും ഭൂമിയും പിടിച്ചടക്കി ദേവമാനവ കുലത്തെ മുഴുവൻ തന്റെ ഭൃത്യരാക്കി കഴിഞ്ഞു. ജലകൽപ്പകന്റെ ശല്യം സഹിക്കവയ്യാതെ ദേവഗണങ്ങൾ പാതാള ലോകത്തൊളിച്ചു. ഒടുവിൽ ജലകൽപ്പകൻ പാതാള ലോകത്തുമെത്തി ദേവന്മാരെ ആക്രമിച്ചു. ഗത്യന്തരമില്ലാതെ ദേവഗണങ്ങൾ ത്രിമൂർത്തികളെ അഭയം തേടി. ജഗത്കാരണഭൂതയായ ശ്രീപരമേശ്വരി ഇതിനായൊരു പരിഹാരം കാണുമെന്ന് ബ്രഹ്മാദികൾ അവരെ ആശ്വസിപ്പിച്ചു. ഇതനുസരിച്ച് അമ്മ മഹാമായ സർവശക്തി ചൈതന്യങ്ങളും ആവാഹിച്ച് സർവാഭരണഭൂഷിതയായി സർവായുധധാരിണിയായി പാതാള ലോകത്തേക്ക് എഴുന്നള്ളി ജലകൽപ്പകന്റെ അസുരപ്പടയോട് യുദ്ധമാരംഭിച്ചു. ജലകൽപ്പക, ഭൂമി സ്വർഗങ്ങൾ കീഴടക്കിയ നീ ഇനി പാതാള ലോകത്തുകൂടി അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു. നിന്റെ അഹന്ത ശമിപ്പിക്കാൻ നാം ഇതാ എത്തിക്കഴിഞ്ഞു. പൂർണ്ണഗർഭിതനായി പോരിന് വരൂ. ജലകൽപ്പക, നിന്റെ അസുരപ്പടയിതാ എന്റെ കരവലയങ്ങളിലും ആയുധങ്ങളിലുമായി അന്തിവിശ്രമം കൊള്ളുന്നു. കീടമേ, നിന്റെ അന്ത്യം ഇന്ന് സുരക്ഷിതമാണ്. എന്റെ ആയിരക്കണക്കിന് പോരാളികളെ നിനക്ക് വകവരുത്താൻ കഴിയില്ലല്ലോ. വെറുമൊരു മുതലപ്പുറത്ത് സഞ്ചരിക്കുന്ന പ്രാകൃത രൂപയായ നിന്നെ എനിക്ക് മൃത്യുലോകത്തെത്തിക്കുവാൻ ഞൊടിയുടെ മതിയെന്ന് നീ തിരിച്ചറിയുക. നിനക്ക് തെറ്റി ജലകൽപ്പക. ഒരു നിസ്സാര ജലജീവിയാൽ മാത്രമേ മൃത്യു ഭരിക്കുകയുള്ളൂ എന്ന നിന്റെ വരബലം ഇതാ ഈ നിമിഷം നിന്റെ മൃത്യുവിന് കാരണമാകുന്നു. ഈ നിസ്സാര മുതലയോ എന്റെ മൃത്യുകാരകൻ? അസാധ്യം. വിഡ്ഢിത്തം പറയാതിരിക്കൂ കീടമേ. അതേ ജലകൽപ്പക, നിന്റെ നാശമിതാ നിന്റെ കൺമുമ്പിൽ എത്തിയിരിക്കുന്നു. എന്റെ വാഹനമായ ഈ നക്രമാണ് നിന്റെ അന്തകൻ.